വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിൽ. പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായി. പ്രതിഭാഗം വാദം നാളെ ആരംഭിക്കും. അഹമ്മദ് മുജതബയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. മുജതബ, ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു നടിയെ ആക്രമിച്ചിരിക്കുന്ന കേസ്. ഈ വിചാരണ അവസാന ഘട്ടത്തിൽ നിന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്താണ് ഈ വാർത്തയുടെ സമഗ്രമായ പൂർണ്ണരൂപം? അജി കുഞ്ഞുമോൻ, 2017 ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത്. ഈ കേസിൽ ഷൂട്ടിങ്ങിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിന് പിന്നിൽ വാഹനം ഇടിപ്പിച്ച് നിർത്തുകയും പിന്നീട് ആ വാഹനത്തിലേക്ക് അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ്. നടൻ ദിലീപ് ഉൾപ്പെടെ ഈ കേസിൽ 8ാം പ്രതിയായി ദിലീപ് ഉൾപ്പെട്ട കേസാണ്. എന്തായാലും ഈ കേസിൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അന്തിമഘട്ട വിചാരണ ആരംഭിച്ചിരുന്നു. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ ഇനി പ്രതിഭാഗത്തിന്റെ വാദം നാളെ തുടങ്ങാനിരിക്കുന്നത്. ഒരു മാസത്തോളം സമയമെടുത്താണ്, 1 മാസത്തിലേറെ സമയമെടുത്താണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം പൂർത്തിയായിരിക്കുന്നത്. സമാന രൂപത്തിൽ അത്രയും സമയം ഒരുപക്ഷെ ഈ പ്രതിഭാഗത്തിന്റെ വാദവും നിന്നേക്കാൻ. കാര്യം സാക്ഷി വിസ്താരത്തിന്റെ ഘട്ടത്തിൽ ഒരു വേള അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസിന്റെ ഉൾപ്പെടെ വിചാരണ നടപടികൾ ഒരുപാട് കാലം നീണ്ടുനിന്ന ചരിത്രമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. പക്ഷെ മനസ്സിലാക്കപ്പെടുന്നത് സാധാരണഗതിയിൽ ഇനി 1 മാസത്തിനകം പൂർത്തിയാക്കി ഫെബ്രുവരി അവസാനത്തോടു കൂടി ഒരു പക്ഷേ ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ച് വിധി പറയാൻ മാറ്റുമെന്നാണ്. അജി.